Welcome to BSc Main Physics, Classical Mechanics. Relativistic expression for variation of mass. Special theory of relativity. The topic is relativistic expression for variation of mass, BSc Main Physics, Semester 4, class number 55. Semester 4, class number 55, relativistic expression for variation of mass. So we today study an important essay, which is the relativistic variation of mass of a body with a velocity. Variation of mass with velocity. Variation of a body. Variation of the mass of a body with velocity. Relativistic expression for variation of mass. When a body is traveling with high speed, its mass is found to increase. When a body travels with a very high velocity comparable to velocity of light, its mass drastically increases, and that is called the relativistic variation of mass. When the velocity of a body v approaches to c, the mass approaches to infinity. That we prove mathematically as follows. So the topic is relativistic expression for variation of mass. Very important essay question. And a little lengthy question, but you can easily study it. We can say, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഈ വെലോസിറ്റി കൂടുമ്പോൾ വസ്തുവിൻ്റെ മാസ് കൂടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷനാണ്, അതിൻ്റെ എക്സ്പ്രഷനാണ് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് എ ബോഡി വിത്ത് വെലോസിറ്റി. അതായത് ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി കൂട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മാസ് കൂടിക്കൊണ്ടിരിക്കും. ഈ വസ്തുവിൻ്റെ വസ്തു റെസ്റ്റിലാണെങ്കിൽ അതിന് മാസ് m0 ആണ്. മാസ് ചലിക്കുകയാണെങ്കിൽ v വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യും. അതിനൊരു ഫോർമുലയുണ്ട്, m is equal to m0 by root of 1 minus v square by c square എന്ന് പറയാം. m is m0 by root of 1 minus v square by c square. ഈ റിലേഷൻ പറയുന്നത് വെലോസിറ്റി കൂടിയാൽ മാസ് ഇൻക്രീസ് ചെയ്യും എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് റിലേറ്റിവിസ്റ്റിക് ആയിട്ട് ഒരു വസ്തുവിൻ്റെ മാസ് വെലോസിറ്റി കൂടുന്നതിന് ഒപ്പിച്ച് കൂടുക, അതാണ് ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്. യു സി, അക്കോർഡിംഗ് ടു റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, mass is not an absolute constant, but it changes. But it changes with its velocity. The variation of mass with the velocity is given by the equation m is m0 by root of 1 minus v square by c square, where m0 is the rest mass and m is the mass while in motion. ഇപ്പോൾ ഒരു വസ്തു ആ വെലോസിറ്റി വിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുതിയ മാസ്, ഇൻക്രീസ്ഡ് മാസ്, റിലേറ്റിവിസ്റ്റിക് മാസ് കാണുന്ന റിലേഷനാണ് m is m0 by root of 1 minus v square by c square. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് എന്ന് നോക്കുക. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. അപ്പോൾ ചിത്രത്തിൽ നമ്മൾ രണ്ട് ഫ്രെയിം ഇവിടെ പതിവ് പോലെ കാണിച്ചിരിക്കുകയാണ്, എസ് ആൻഡ് എസ് ഡാഷ് ഫ്രെയിം. എസ് ഡാഷ് ഫ്രെയിം എന്ന് പറയുന്നത് എസിനെ അപേക്ഷിച്ച് റിലേറ്റീവ് വെലോസിറ്റി വിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫ്രെയിമാണ്. അല്ലെങ്കിൽ രണ്ട് ഫ്രെയിമും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി ആണ്. അപ്പോൾ ടി സെക്കൻഡ് കഴിയുമ്പോൾ ഇവ തമ്മിലുള്ള അകലം വി ടി ആയിരിക്കും. കാരണം രണ്ടാമത്തെ ഫ്രെയിം പോകുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ആണ് എന്ന് കരുതുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആഫ്റ്റർ ടൈം ഈസ് ഗിവൺ ബൈ വി ടി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒറിജിൻസ് ആഫ്റ്റർ എ ടൈം ടി ഈസ് ഗിവൺ ബൈ വി ടി. ഇനി നമ്മൾ സെക്കൻഡ് ഫ്രെയിമിൽ രണ്ട് വസ്തുക്കൾ വിചാരിക്കുക. ഒരു വസ്തുവിൽ രണ്ട് വസ്തു വിചാരിക്കുക, എയും ബിയും, രണ്ട് പാർട്ടുകൾ. രണ്ടിൻ്റെ മാസ് ഈക്വലാണ്, രണ്ടിൻ്റെ വെലോസിറ്റി ഈക്വലാണ്. പക്ഷേ വ്യത്യാസമുള്ളത് അവ ഓപ്പോസിറ്റായിട്ട് ചലിക്കുകയാണ് സെക്കൻഡ് ഫ്രെയിമിൽ. ഫസ്റ്റ് ഫ്രെയിമിൽ നോക്കിയാൽ ഇവിടെ വെലോസിറ്റി യു ആയിരിക്കില്ല. കാരണം ഇവിടെ ആ ഫ്രെയിമുകൾ തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ഫ്രെയിമിൽ നോക്കിയാൽ ഇവയുടെ വെലോസിറ്റി തുല്യമായിരിക്കത്തില്ല. അപ്പോൾ ആദ്യം സെക്കൻഡ് ഫ്രെയിം നോക്കൂ. സെക്കൻഡ് ഫ്രെയിമിന് എസ് ഡാഷ് എന്ന് പറയും. അപ്പോൾ എസ് ഡാഷിൽ നമ്മൾ ഈ രണ്ട് വസ്തുക്കൾ വിചാരിക്കുകയാണ്. അത് എസിനെ ആധാരമാക്കി നമ്മൾ രണ്ട് വസ്തുക്കളായിട്ട് എടുക്കുകയാണത്. അപ്പോൾ എസ് ഡാഷ് ആധാരമാക്കി നമ്മൾ ഈ രണ്ട് വസ്തുക്കളെ ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ മാസ് രണ്ട് ഈക്വലായിട്ട് വിചാരിക്കണം.
ആ വെലോസിറ്റി ഈക്വലായിട്ട് വിചാരിക്കണം, വെലോസിറ്റി ഓപ്പോസിറ്റ് ആയിട്ടും വിചാരിക്കണം. ഈ ഫസ്റ്റ് ഫ്രെയിമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാസ് എം ആയിരിക്കത്തില്ല, ഓരോന്നിൻ്റെ എം ആയിരിക്കത്തില്ല, ചിലപ്പോൾ അത് M1 M2 ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി U1 U2 ആയിരിക്കും. ആ വെലോസിറ്റികൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. കാരണം സെക്കൻഡ് ഫ്രെയിം ഫസ്റ്റിനെ അപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഫസ്റ്റ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി വെലോസിറ്റി പറയാനായിട്ട് നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ഫ്രെയിമിൻ്റെ കാര്യം മനസ്സിലായല്ലോ. രണ്ട് വസ്തുക്കൾ സെക്കൻഡ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് അവയുടെ മാസുകൾ സെയിമാണ്, ഓപ്പോസിറ്റായിട്ട് ചലിക്കും, അവ കൂട്ടിമുട്ടി രണ്ടും ഒട്ടിപ്പിടിക്കുന്നതായിട്ട്, രണ്ടും സ്റ്റിക്ക് ടുഗദർ ചെയ്യുന്നതായിട്ട് നമ്മൾ വിചാരിക്കാൻ പോവുക. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നോട്ട്സ് അതേപോലെ എഴുതി പഠിച്ചുകൊള്ളാം. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ടു സിസ്റ്റംസ് S and S dash. Two frames S and S dash. S dash is moving with a velocity v with respect to or relative to system S in the positive x direction. Consider two exactly similar elastic balls. രണ്ട് ഇലാസ്റ്റിക് ബോൾസ് ആണ് എയും ബിയും. കൺസിഡർ ടു എക്സാക്ട്ലി സിമിലർ ഇലാസ്റ്റിക് ബോൾസ് എ ആൻഡ് ബി അപ്രോച്ച് ഈച്ച് അതർ. നിങ്ങൾക്ക് ഒന്നും സംശയമില്ലെന്ന് തോന്നുന്നു. രണ്ട് വസ്തുക്കൾ എയും ബിയും, രണ്ട് ബോളുകൾ എയും ബിയും ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരുന്നതായിട്ട് കരുതുക. വിത്ത് ഈക്വൽ സ്പീഡ്സ്, രണ്ടിൻ്റെയും സ്പീഡ് തുല്യമാണ്. സേ U and -U. ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി ഒരെണ്ണത്തിൻ്റെ -U എടുക്കുന്നത്. സ്പീഡെന്ന് ഉദ്ദേശിക്കുന്ന വെലോസിറ്റി തന്നെ കേട്ടോ. ആ വെലോസിറ്റി എന്നുള്ള വാക്കിന് പകരം നമ്മൾ ചിലപ്പോൾ സ്പീഡിന് ഉപയോഗിക്കും. പക്ഷേ വെലോസിറ്റിയുടെ പോലെയുള്ള സൈൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്നത് +U വെലോസിറ്റി ആണെങ്കിൽ ആ ബി ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് വെലോസിറ്റി -U ആയിട്ട് മാറും. ഓപ്പോസിറ്റ് സ്പീഡ് മീൻസ് വെലോസിറ്റി ഹിയർ. ആൻഡ് കൊളൈഡ്. ലെറ്റ് M സ്മോൾ ആണ് കേട്ടോ. സ്മോളം ആ സ്മോളം കംപ്ലീറ്റ് ഇല്ല, അതൊന്നും എഴുതിക്കോളൂ. ലെറ്റ് സ്മോളം ബി ദ മാസ് ഓഫ് ഈച്ച് ബോൾ ഇൻ S dash. S ഡാഷിൽ ഓരോ ബോളിൻ്റെ മാസ് M എന്ന് കരുതുക. ആഫ്റ്റർ കൊളീഷൻ ദ ബോൾസ് കോയിലിസ്. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ബോൾ കോയിലിസ് ചെയ്യും, കൂടിച്ചേരി സ്റ്റിക്ക് ചെയ്യും എന്ന് വിചാരിക്കുക, ഒട്ടിപ്പിടിക്കുന്നു വിചാരിക്കുക. ദെൻ ബൈ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഈക്വൽ സൈനാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് MU ഫസ്റ്റ് ബോളിൻ്റെ പ്ലസ് M × -U. രണ്ടും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. കാരണം അവ രണ്ട് റസ്റ്റിലാകും സെക്കൻഡ് ഫ്രെയിമിൽ. That is momentum of the ball A plus momentum of the ball B is equal to mass of the coiled mass. Coiled mass is at rest with respect to frame S dash. That is why we write like this. Momentum of ball A plus momentum of ball B is equal to momentum of MOM, momentum of coiled mass. Coiled spelling COILSCED, coiled mass. The coiled mass will be at rest in S dash. ഇങ്ങനെ ഒട്ടിപ്പിടിച്ച ഈ രണ്ട് മാസുകൾ S ഡാഷിൽ റെസ്റ്റിലാണ്. എന്നാൽ എസ്സിൽ വെച്ച് നോക്കുമ്പോൾ അവ റെസ്റ്റിലല്ല, അവ V വേഗത്തിൽ പോവുകയാണ്. കാരണം ഫ്രെയിമിൻ്റെ വേഗത്തിൽ പോവുകയാണ്. S ഡാഷ് V വേഗത്തിൽ പോയാൽ ആ ഫ്രെയിമിൽ റെസ്റ്റിലുള്ള വസ്തു V വേഗത്തിൽ തന്നെയാണ് പോകുന്നത് എസ്സിനെ അപേക്ഷിച്ച്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു S, ദ വെലോസിറ്റി of coiled mass will be V. Their masses will be M1 and M2. കാരണം ചലിക്കുമ്പോൾ മാസ് കൂടുമല്ലോ. അപ്പോൾ മാസ് നമുക്ക് എസ്സിനെ അപേക്ഷിച്ച് നോക്കിയാൽ M ആയിട്ട് കരുതാൻ പറ്റില്ല. പുതിയ മാസുകളായിട്ട് വിചാരിക്കണം M1 and M2. And velocities will be U1 and U2 with respect to S. Then by the conservation of momentum principle, M1 U1 plus M2 U2 is equal to continuous momentum M1 plus M2 V into V. കാരണം സെക്കൻഡ് ഫ്രെയിമിൽ ആ കോയിലിസ്റ്റ് മാസ് ആ റെസ്റ്റിലാണ്. അത് ഫസ്റ്റ് ഫ്രെയിമിനെ അപേക്ഷിച്ച് V വേഗത്തിൽ പോകുന്നതുകൊണ്ട് ഫസ്റ്റ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം M1 U1 plus M2 U2
രണ്ടിൻ്റെയും ഫൈനൽ മൊമെൻറ്റം m1 പ്ലസ് m2 v എന്ന് പറയും, അല്ലെങ്കിൽ m1 v പ്ലസ് m2 v എന്ന് പറയും. കാരണം സെക്കൻഡ് ഫ്രെയിമിൽ രണ്ടും ചേർന്നിരിക്കുകയാണ്. സെക്കൻഡ് ഫ്രെയിം പോകുന്ന വെലോസിറ്റി v ആണ്. അതുകൊണ്ട് ആ v ആണ് ഈ രണ്ട് മാസുകളെയും വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ഫ്രെയിം s. ഇനി നമ്മളപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഏതാണ് ഇക്വേഷൻ? ഫസ്റ്റ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞ ഇക്വേഷൻ m1 u1 പ്ലസ് m2 u2 ഈസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു v. സെക്കൻഡ് ഫ്രെയിമിൽ ഇത് നോക്കുകയാണെങ്കിൽ അവിടെ m1 m2 തുല്യമാണ്. u1 എന്നുള്ള u ആയിരിക്കും, u2 എന്നുള്ളത് മൈനസ് u ആയിരിക്കും, v എന്നുള്ളത് 0 ആയിരിക്കും. ഇക്വേഷൻ ഫോർ വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ ഈസ്, നമ്മൾ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ കൊടുക്കുകയാണ്. u1 is equal to u plus v by 1 plus u1v by c square. 1 plus uv by c square കേട്ടോ, uv ആണ്. അതായത് u1 ഫസ്റ്റ് ഫ്രെയിമിലുള്ള വെലോസിറ്റി ആ സെക്കൻഡ് ഫ്രെയിമിലെ വെലോസിറ്റി ആയിട്ട് നോക്കുമ്പോൾ വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ u1 is u plus v by 1 plus uv by c square. അതിന് കാരണം നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ റിലേഷൻ. യു ഡാഷിൻ്റെ സ്ഥലത്ത് u എഴുതണം, യുവിൻ്റെ സ്ഥലത്ത് u1 എഴുതണം. അതുപോലെ u2 പറയാണ്. u2 സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റിയാണ് ഫസ്റ്റ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി. u2 ഈസ് മൈനസ് u, കാരണം സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി മൈനസ് u ആണല്ലോ, ഓപ്പോസിറ്റല്ലേ വരുന്നത്. u2 is minus v plus v by 1 minus uv by c square. Since u is negative for b, put u1 and u2 in equation 1. അപ്പം നമ്മൾ മുകളിൽ കണ്ട ആ പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അതിനകത്ത് u1ൻ്റെ u2ൻ്റെ വാല്യൂ കൊടുക്കുക. ഈ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ്റെ ആ ഫോർമുല രണ്ടും u1നും u2നും ഇവിടെ കൊടുക്കുക, ഇക്വേഷൻ 1ൽ കൊടുക്കുക. കൊടുക്കുമ്പോൾ കിട്ടുന്നത് m1 ഇൻറ്റു u പ്ലസ് v ബൈ 1 പ്ലസ് uv ബൈ c സ്ക്വയർ പ്ലസ് m2 ഇൻറ്റു മൈനസ് u പ്ലസ് v ബൈ 1 മൈനസ് uv ബൈ c സ്ക്വയർ uv ബൈ c സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു v. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് ബ്രാക്കറ്റ് മാറ്റുകയാണ്. ആദ്യത്തെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ m1 ഇൻറ്റു u പ്ലസ് v ബൈ 1 പ്ലസ് uv ബൈ c സ്ക്വയർ മൈനസ്, മൈനസ് ഏതാണ്? മൈനസ് വരുന്നത് മൈനസ് വരുന്നത് അറിയാം. മൈനസ് വരുന്നത് നമ്മൾ ആ റൈറ്റ് സൈഡിലൊരു m1b പ്ലസ് m2v ഇല്ലേ, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ആ m1b കൊണ്ടുവന്ന് എഴുതുക ഇതിൽ ചേർത്ത്. അപ്പോൾ റൈറ്റിൽ നിന്ന് m1v ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് m1v. ഇനി ഈ ആദ്യ ഇക്വേഷനിലെ രണ്ടാമത്തെ ടൈം എക്സ്പാൻഡ് ചെയ്യണം. m2 ഇൻറ്റു മൈനസ് u പ്ലസ് v ബൈ 1 മൈനസ് uv c സ്ക്വയർ, എന്നിട്ട് ആ റൈറ്റ് സൈഡിലുള്ള m2v ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പം മൈനസ് m2v ദാറ്റ് ഇസ് 0. ഇപ്പോൾ റൈറ്റ് സൈഡിലെ രണ്ട് ടേമും നമ്മൾ LHS കൊണ്ടുവന്നു, രണ്ട് മൈനസാക്കി എഴുതുമ്പോൾ ആദ്യ ടേം RHSലുള്ള ആദ്യ ടേം LHSലെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കമ്പയർ ചെയ്യണം. RHSലെ സെക്കൻഡ് ടേം ഇവിടെയുള്ള LHSലുള്ള സെക്കൻഡ് ടേമുമായിട്ട് കമ്പൈൻ ചെയ്യണം. ഇനി നോക്കുക സിംപ്ലിഫിക്കേഷൻ. വളരെ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കണം. എന്തെങ്കിലും സ്റ്റെപ്പ് സംശയമുണ്ടെങ്കിൽ എന്നോട് എഴുതി ചോദിക്കണം. അപ്പോൾ നമ്മൾ ആദ്യ രണ്ട് ടേമിൽ നിന്ന് m1 പുറത്തേക്ക് എടുക്കണം കോമൺ ഫാക്ടറായിട്ട്. അപ്പോൾ u പ്ലസ് v ബൈ 1 പ്ലസ് uv ബൈ c സ്ക്വയർ മൈനസ് v പ്ലസ് അടുത്ത രണ്ട് ടേമിൽ നിന്ന് m2 കോമൺ ഫാക്ടർ m2 ഇൻറ്റു മൈനസ് u പ്ലസ് v ബൈ 1 മൈനസ് uv ബൈ c സ്ക്വയർ മൈനസ് v ഇസ് ഈക്വൽ ടു 0. ഇനി next step is subtracting by taking the LHS, taking the LCM. That is m1 into 1 plus uv by c square in the numerator u plus v minus v into 1 plus uv by c square. LCM കണ്ട് സബ്ട്രാക്ട് ചെയ്യാൻ അറിയാമല്ലോ. മൈനസ് അടുത്ത ടൈം പ്ലസ് ആണ്, പ്ലസ് m2 ഇൻറ്റു ഇവിടെയും LCM കണ്ട് സബ്ട്രാക്ട് ചെയ്യുക. Subtract by taking LCM. 1 minus uv by c square is LCM. In the numerator we get minus u plus v minus v into 1 minus uv by c square is equal to 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്
ഈ ബ്രാക്കറ്റ് മാറ്റുക എന്നുള്ളതാണ്. m1 ഇൻറ്റു യു പ്ലസ് വി മൈനസ് വി പ്ലസ് മൈനസ് വി മൈനസ് യു വി സ്ക്വയർ ബൈ സി സ്ക്വയർ all by 1 plus u by c square plus m2 into mu plus v minus v plus ub square by c square by 1 minus u by c square equal to 0. അപ്പോൾ ഈ രണ്ട് ടേമിലൊന്നും വി മൈനസ് വെട്ടിപ്പോകും, പ്ലസ് മൈനസ് വി മൈനസ് വെട്ടിപ്പോയിട്ട് ബാക്കിയുള്ള ടേമുകളാണ് എടുത്തെഴുതുന്നത് നമ്മൾ. That is m1 into u into 1 minus v square by c square all by 1 plus u by c square മൈനസ് നമ്മൾ മൈനസ് അതിന് പുറത്തേക്ക് എടുക്കണം കേട്ടോ. മൈനസ് അതിനായിട്ട് പുറത്തേക്കണം, പ്ലസിന് പകരം മൈനസ് എടുക്കണം. മൈനസ് എം എടുക്കുമ്പോൾ അകത്ത് ചിഹ്നം മാറി കിട്ടും. യു ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ബൈ 1 മൈനസ് യു വി ബൈ സി സ്ക്വയർ ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവും? ആ സെക്കൻഡ് മൈനസ് ആണല്ലോ, ആ സെക്കൻഡ് റൈറ്റിലേക്ക് കൊണ്ടുപോകണം. റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടും m1 u ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ബൈ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു m2 u ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ബൈ 1 മൈനസ് യു വി ബൈ സി സ്ക്വയർ. ഇനി നമ്മൾ ഈ ആ ന്യൂമറേറ്ററിലുള്ള LHSലും RHSലും ന്യൂമറേറ്ററിലുള്ള ടേം ഒരു കോൺഫാക്ട് ടേം ഉണ്ട്, അതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയും. എന്നിട്ട് ബാക്കി നോക്കുമ്പോൾ കാണുന്നത് ഒരു m1 u ബൈ 1 പ്ലസ് യു ബൈ സി സ്ക്വയർ ഉണ്ട്, ഇവിടെ m2 u ബൈ 1 മൈനസ് യു ബി ബൈ സി സ്ക്വയർ ഉണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ m1 ബൈ m2 കണ്ടുപിടിക്കുമ്പോൾ m1 ബൈ m2 വി ഗെറ്റ് ആസ് m1 by m2 is equal to 1 plus ub by c square by 1 minus ub by c square. Equation number 2. ഈ ഇക്വേഷൻ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെറിവേഷൻ നടത്തുമ്പോൾ ഇക്വേഷൻ 1 ഓർത്തിരിക്കണം, ഇക്വേഷൻ 2 കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ കിട്ടുക നോക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഇനി m1 by m2 is equal to 1 plus ub by c square by 1 minus ub by c square. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു ടേം, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ടേം സപ്പോസ് ചെയ്യാൻ പോകും. നോക്കുക, ഒരു ബന്ധം തോന്നുന്നില്ല, പക്ഷെ അവസാനം നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ 2 കൊണ്ട് എഴുതി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കുന്ന ഇതാണ്, നൗ കൺസിഡർ ദ ടേം. ഒരു പുതിയ ടേം അങ്ങ് എടുക്കുകയാണ്, 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് ഓർത്തിരിക്കണം. അതായത് നമ്മൾ റൂട്ട് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ വരത്തില്ലേ, അതുപോലെ റൂട്ടില്ലാതെ 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ള ഒരു ടേം കൊണ്ട് എടുക്കണം. അത് എഴുതി ഞാൻ വീണ്ടും 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു യൂണിൻ്റെ ആ റിലേറ്റിവിസ്റ്റിക് അഡീഷൻ ഫോർമുല കൊടുക്കണം. യുവിൻ്റെ നേരത്തെ നമ്മൾ കൊടുത്ത ഫോർമുല കൊടുക്കണം. 1 മൈനസ് യു പ്ലസ് വി ബൈ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ ബൈ സി സ്ക്വയർ എഗെയിൻ LHS ഈക്വൽ ടു RHS 1 മൈനസ് യു പ്ലസ് ഇവിടെ ഒന്ന് എഴുതുന്നത് സൂക്ഷിക്കണം കേട്ടോ. താഴെ ഒരു സി സ്ക്വയർ ഉണ്ട്, ആ താഴെ, കാരണം ഇത് ഇങ്ങനെ വായിക്കാമല്ലോ, യു പ്ലസ് വി ബൈ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ ഓൾ ബൈ സി സ്ക്വയർ ബൈ 1 എന്ന് എഴുതാം, സി സ്ക്വയർ ബൈ 1. അപ്പം മുകളിലത്തെ ടേമിലെ ഡിനോമിനേറ്റർ അതേപടി താഴെ എഴുതും, 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ അത് എഴുതി. പിന്നെ താഴെയുള്ള സി സ്ക്വയർ കൊണ്ടുപോയി യു പ്ലസ് വിയുടെ കൂടെ കൊടുക്കണം, മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ യു പ്ലസ് വി ഇൻറ്റു 1 ബൈ സി സ്ക്വയർ ഉണ്ടല്ലോ പുറത്ത്. അപ്പോൾ ഈ ടൈം എഴുതുന്ന വളരെ സൂക്ഷിക്കണം. താഴെ സി സ്ക്വയറിനെ നമ്മൾ സി സ്ക്വയർ ബൈ 1 എന്ന് എഴുതണം, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ അല്ല, റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സി സ്ക്വയർ താഴെ വരും, 1 മുകളിൽ പോകും. ആ സി സ്ക്വയർ യു പ്ലസ് വിയുടെ കൂടെ കൊടുക്കണം. അപ്പോൾ യു പ്ലസ് യു ബൈ സി എന്ന് എഴുതിയാൽ മതിയല്ലോ, എന്നിട്ട് സ്ക്വയർ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1 പ്ലസ് യു ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ താഴെ വരും. അപ്പോൾ അതൊന്ന് ശരിക്കും നോക്കി മനസ്സിലാക്കണം കേട്ടോ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ യു പ്ലസ് വി ബൈ സി എന്ന് ഞാൻ എഴുതി നോക്കുക. അത് ഏറ്റവും അടിയിൽ കിടക്കുന്ന സി സ്ക്വയർ കൊണ്ടുപോയി മുകളിൽ എഴുതിയതാണ്, സ്ക്വയർ പുറത്തുണ്ട്, അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ടൈം കിട്ടും.
അപ്പോൾ 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് u പ്ലസ് പി ബൈ സി ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് യു ഇ ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഇതേതാണ് നമ്മൾ കണ്ടത്. നൗ കൺസിഡർ ദി ടേം 1 മൈനസ് u സ്ക്വയർ ബൈ സി സ്ക്വയർ u1 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചത്. അതേപോലെ നമ്മൾ 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതി മുകളിൽ കാണുന്ന സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്താൽ, if we consider the term 1 minus അല്ലെങ്കിൽ അത് നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. നമ്മൾ ആ ടൈം എഴുതിയല്ലോ 1 മൈനസ്, അത് ഒന്നുകൂടി സിംപ്ലിഫൈ കേട്ടോ, ഒന്നുകൂടി സിംപ്ലിഫൈ. 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അവിടെ എന്താ ചോദിക്കുന്നു നോക്കി, എൽ സി കണ്ട് കുറയ്ക്കണം, എൽ സി കണ്ട് കുറക്കണം, അതിന് കുറച്ചില്ല. ഇതിന് കുറക്കുമ്പോൾ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് യു പ്ലസ് വി ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ബൈ താഴെ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ എന്നുണ്ട്, ഹോൾ സ്ക്വയർ ഉണ്ട്. വീണ്ടും എൽ എച്ച് എസ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ആ ഡിനോമിനേറ്റർ അത് തന്നെയായിട്ട് കിടക്കും. അത് ഇപ്പം മാറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ കേട്ടോ. മുകളിലത്തെ ടേമാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. നോക്കിക്കേ, 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ, അത് സ്ക്വയർ വെച്ചു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 യു വി ബൈ സി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ വി സ്ക്വയർ ബൈ സി സ്ക്വയർ. പിന്നെ മൈനസ് അടുത്തത് നമ്മൾ പിന്നെ 1 ബൈ സി സ്ക്വയർ പുറത്തേക്കിട്ട് യു പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള മോഡലിൽ സ്ക്വയർ ചെയ്യുമ്പോൾ യു സ്ക്വയർ പ്ലസ് 2 യു വി പ്ലസ് വി സ്ക്വയർ എന്ന് കിട്ടും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡിനോമിനേറ്റർ, ആ ഡിനോമിനേറ്റർ കിടക്കുന്ന ടേമാണ് ചെറുതാക്കി റൈറ്റ് സൈഡ് ഞാൻ ബൈ വരച്ചിങ്ങനെ സ്ലാൻറ്റിങ് ബൈ വരച്ചിട്ട് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്ന ടേം അവിടെ മുഴുവൻ ക്ലിയർ അല്ല, അത് ഈ മുകളിൽ കാണുന്ന ടേം നോക്കി എഴുതിയാൽ മതി. 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ എഴുതിയിരിക്കുന്നത്, 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഈ ഇക്വേഷൻ്റെ മുകളിലത്തെ ടേം, ആർ എച്ച് എസിൽ മുകളിലത്തെ ടേം ഒന്ന് ബ്രാക്കറ്റ് മാറ്റി നോക്കണം. ബ്രാക്കറ്റ് മാറ്റി നോക്കുമ്പോൾ എൽ എച്ച് എസിന് മാറ്റമില്ല. 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് 1 പ്ലസ് 2 u1 ബി ബൈ സി സ്ക്വയർ പ്ലസ് 2 യു വി ബൈ സി സ്ക്വയർ പ്ലസ് u1 സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 2 യു വി ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഓൾ ബൈ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ മുകളിൽ 2 ടൈം വെട്ടിപ്പോകും, രണ്ടാമത്തെയും ലാസ്റ്റിലുള്ള രണ്ടാമത്തെ ടൈം വെട്ടിപ്പോകും, ലാസ്റ്റിൽ നിന്നുള്ള രണ്ടാമത്തെ ടൈം വെട്ടിപ്പോവും. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിങ്ങനെ എഴുതാം, എൽ എച്ച് എസ് സെയിം ആണ്, ഈക്വൽ ടു 1 മൈനസ് ചെയ്തിട്ട് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ആദ്യം എഴുതണം. മൂന്നാമത്തെ ടൈം വെട്ടിയതിന് ശേഷമുള്ള മൂന്നാമത്തെ ടൈം 2 കൂടി എഴുതണം. ഇത് ബാക്കി രണ്ടും കൂടി ഒരു കോൺ ഫാക്ടർ എടുത്ത് കമ്പയർ ചെയ്യണം. മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. അതായത് ലാസ്റ്റ് ടൈമും നമ്മൾ ആദ്യം വെട്ടിയതിന് ശേഷമുള്ള രണ്ടാമത്തെ ടൈമും കൂടി കമ്പയർ ചെയ്യണം. ഇതുപോലെ അതിൽ നിന്ന് മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ഡിനോമിനേറ്ററിന് മാറ്റമില്ല. പിന്നെ മുകളിലത്തെ ഇപ്പോൾ കിട്ടിയ ഇക്വേഷനകത്ത് ഈ 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ കോൺ ഫാക്ടറാണ്, അത് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എൽ എച്ച് എസിന് മാറ്റമില്ല. 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിന് മാറ്റമില്ല, 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇതാണ് ഇപ്പോൾ കൺസിഡർ ദി ടേം 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുതി വന്നപ്പോൾ കിട്ടിയതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ബൈ 1 പ്ലസ് യു വി ബൈ സി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ സിമിലർലി 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അപ്പോൾ u2 സ്ക്വയർ ബൈ സി സ്ക്വയർ കാണാനായിട്ട് നമ്മൾ ഇവിടെ യു ഉള്ള സ്ഥലത്തെല്ലാം മൈനസ് യു കൊടുത്താൽ മതി. രണ്ടാമത്തെ വസ്തുവിൻ്റെ സ്പീഡാണല്ലോ പറയുന്നത്. അങ്ങനെ മൈനസ് യു കൊടുത്ത് എഴുതിയാൽ മൈനസ് യുവിൻ്റെ സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ആണെങ്കിൽ മൈനസ് ഉള്ളതുകൊണ്ട് അതിന് മാറ്റം വരത്തില്ല. അപ്പോൾ സിമിലർലി ആ സ്റ്റെപ്പ് പുറത്തേക്ക് ഓർക്കണം. സിമിലർലി വി ഗെറ്റ് എഴുതി നോക്കിയാൽ കിട്ടുന്ന കാര്യമാണ്.
അല്ലെങ്കിൽ മുകളിലത്തെ ഇക്വേഷനകത്ത് യുവിൻ്റെ സ്ഥാനത്ത് മൈനസ് യു കൊടുത്താൽ മതി. ആർ എച്ച് എസിൽ 1 minus u2 square by c square is 1 minus u square by c square into 1 minus v square by c square by താഴെ മാത്രം ചിഹ്നം മാറും 1 minus uv by c square the whole square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 കിട്ടി, ഇക്വേഷൻ 4 കിട്ടി. നമ്മൾ 3/4 എടുക്കണം. 3/4 അപ്പോൾ എടുക്കുമ്പോൾ 1 minus u2 square by c square by 1 minus u1 square by c square is equal to RHS. RHSലെ ന്യൂമറേറ്റർ ടേം രണ്ടും വെട്ടിപ്പോയിട്ട് ഡിനോമിനേറ്റർ ടേം മറിച്ചെഴുതി വരുന്നത് പോലെ കിട്ടും 1 plus uv by c square whole square by 1 minus uv by c square whole square എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 നോക്കിക്കേ. 1 minus u1 square by c square by 1 minus u1 square by ഇക്വേഷൻ 5 വായിക്കുക കേട്ടോ. 1 minus u2 square by c square by 1 minus u1 square by c square is equal to RHS 1 plus uv by c square whole square by 1 minus uv by c square whole square. Question 5. Root കാണുക. Take root. Root of 1 minus u2 square by c square by 1 minus u1 square by c square is equal to ഇപ്പോഴത്തെ സ്ക്വയർ അങ്ങോട്ട് മാറും 1 plus uv by c square by 1 minus uv by c square. Equation number 6. പിന്നെ അപ്പോൾ ഞാനൊരു ഇക്വേഷൻ 2 പ്രത്യേകം ഓർക്കണമെന്ന് പറഞ്ഞില്ലേ, ആ 2ലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് നോക്കാം. ഇക്വേഷൻ 2 ഏതാണ്? ഇതാണ് ഇക്വേഷൻ 2 കേട്ടോ. m1/m2. ആ m1/m2 എന്നുള്ള ഇക്വേഷൻ 2ൻ്റെ RHS നോക്കുക. 1 plus uv by c square എന്നുള്ള by 1 minus uv by c square നോക്കുക. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ RHS, അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ 6ൽ കിട്ടിയിരിക്കുന്നത് 1 plus uv by c square by 1 minus uv by c square. അപ്പോൾ ഇക്വേഷൻ 2ൻ്റെ RHSഉം ഇക്വേഷൻ 6ൻ്റെ RHSഉം തുല്യമായതുകൊണ്ട് LHS ഇക്വേറ്റ് ചെയ്യാം. അവിടെ LHS എന്തായിരുന്നു? m1/m2. ഇവിടെ LHS എന്താണ്? റൂട്ട് ഓഫ്. അപ്പോൾ അതാണ് സ്റ്റെപ്പ്. ഇക്വേഷൻ 2ഉം 6ഉം തുല്യമാണ്. RHS നോക്കിയാൽ അതുകൊണ്ട് LHS ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ കിട്ടുന്നതാണ് എഴുതുന്നത്. കമ്പയറിങ് ഇക്വേഷൻസ് 2 and 6, the RHS are equal, therefore LHS can be equated. m1/m2 is equal to root of 1 minus u2 square by c square by root of 1 minus u1 square by c square. Cross multiply. m1 into root of 1 minus u1 square by c square is m2 into root of 1 minus u2 square by c square. Equation number 7 എന്ന് കിട്ടും. അപ്പം ഇത് നോക്കിയേ, ഇത് നമ്മുടെ പിന്നെ നമ്മൾ ഈ തെർമോഡൈനാമിക്സിൽ ബോയ്സൊക്കെ പഠിക്കുമ്പോൾ P1 V1 is P2 V2 എന്നുള്ള മോഡലാണല്ലോ. P1 V1 is P2 V2 is P3 V3 എന്നുള്ള മോഡലാണ്. ഒരു സൈഡിൽ 1 is equal to 2 അങ്ങനെ പോകുന്നല്ലോ. m1 into root of 1 minus u1 square by c square is m2 into root of 1 minus u2 square by c square is equal to m3 into root of 1 minus u3 square by c square. ആ മോഡലിൽ പോകുന്നതാണ്. P1 V1 is P2 V2 equal to P3 V3 എന്നുള്ള മോഡലാണ്. അങ്ങനെയാണെങ്കിൽ പി വി സുൽ കെ എന്ന് പറയാൻ പാടില്ലേ? പി വി സുൽ കെ, അതായത് m into root of 1 minus u square by c square. 1 എന്നുള്ള പ്രിഫിക്സ് മാറ്റുക. m into root of 1 minus u square by c square is equal to constant. ആ കോൺസ്റ്റന്റ് m0 എന്ന് പറയും. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഇവിടെ എഴുതുന്നത്. ദിസ് റിസൾട്ട് is true when each term equal to a constant. അതായത് P1 V1 is equal to P2 V2 ആണെങ്കിൽ PV is constant. അതുകൊണ്ടാണ് each term is a constant എന്ന് പറയുന്നത്. This result is true when each term is equal to a constant. Each term is equal to a constant. ഒരു ഈസി ചേർത്തോളുക. This constant is written. This constant is written കേട്ടോ. ഈസ് റിട്ടൺ ആസ് m0. ഇങ്ങനെ കിട്ടുന്ന കോൺസ്റ്റന്റ് m0 എന്ന് വിളിക്കും. കോമ ഇൻ ദ റെസ്റ്റ് മാസ്. അപ്പോൾ എന്തെഴുതും? m1 in root of 1 minus u1 square by c square equal to m2 in root of 1 minus u2 square c square is equal to m0 എന്ന് പറയും. അല്ലെങ്കിൽ P1 V1 is P2 V2 is K എന്ന് പറയുന്ന പോലെ. അപ്പോൾ 1 എന്നുള്ള സഫിക്സ് അല്ലെങ്കിൽ 2 എന്നുള്ള സഫിക്സ് മാറ്റാം. ഇൻ ജനറൽ
എം ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു m0. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ഈസ് m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതാണ് റിസൾട്ട്, നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ്. പക്ഷേ നമ്മൾ യുവിന് പോലെ വി ആണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ യു മാറ്റി വി ആക്കണം. ആ സെക്കൻഡ് ബോഡി പോകുന്ന ആ ഫ്രെയിം പോകുന്ന വെലോസിറ്റി കൊടുക്കണം. അപ്പോൾ എം ഈസ് m0 ബൈ റൂട്ട് 1 മൈനസ് പി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നാണ് റിലേഷൻ കിട്ടിയത്. ഈ യുവിനെ നമുക്ക് ആ യു തന്നെ വിളിക്കേണ്ട വി എന്ന് വിളിക്കാൻ പാടില്ലേ? അപ്പോൾ വി എന്ന് വിളിക്കുമ്പോൾ ആ വി എന്നുള്ളത് ആ ഫ്രെയിമിൻ്റെ വെലോസിറ്റി അല്ല, പുതിയൊരു വാല്യൂ. യുവിനെ നമുക്ക് വി എന്ന് വിളിക്കാം, യു എന്ന് വിളിക്കാം, എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈം വിളിക്കാം. അപ്പോൾ ആ നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള വെലോസിറ്റിക്ക് വി ആണല്ലോ. അപ്പോൾ യുവിനെ വി എന്ന് വിളിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ലെറ്റസ് കോൾ യു ഈക്വൽ ടു വി. യുവിനെ വി എന്ന് വിളിക്കുക. യുവിനെ വി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടും എം ഈസ് m0 ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 8. ഇതാണ് റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് മാസ്. ദ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് മാസ് ദാറ്റ് ഈസ് എം ഈസ് m0 ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ആ ബോഡി കിട്ടിയ ഇക്വേഷൻ നമ്മൾ യുവിനെ വി എന്ന് വിളിച്ചതാണ്. സോ ദ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് mass of a body with a velocity is given by m is m0 by root of 1 minus v square by c square, and this is the relativistic expression for variation of mass. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ഇക്വേഷൻ m is m0 by root of 1 minus v square by c square. എന്താണ് അർത്ഥം? ആ റിലേഷൻ നോക്കിയാൽ v0 ആണെങ്കിൽ നമുക്ക് ആ റിലേഷനകത്ത് നോക്കാം. ഇവിടെ നോക്കൂ, v0 ആണെങ്കിൽ താഴത്തെ ടൈം 1 ആയിട്ട് മാറും. ഇപ്പോൾ എം ഈസ് m0 റെസ്റ്റ് മാസ്, v0 ആകുമ്പോൾ റെസ്റ്റ് മാസ്. ഇനി വി സി ആണെങ്കിൽ വി ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. വി സി ആണെങ്കിൽ താഴെ നമുക്ക് 0 കിട്ടും. എം എന്നുള്ള m0 ബൈ 0 അത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ വിയുടെ വാല്യൂ സിക്ക് അപ്രോച്ച് ചെയ്താൽ, സിയുടെ അടുത്ത് വന്നാൽ സി ആയാൽ മാസ് ഉടനെ ഇൻഫിനിറ്റി ആകും. അതാണ് പറയുന്നത്. യു ലുക്ക്, if v is equal to 0, then m is m0 rest mass. If v is equal to c, then m is equal to infinity. മാസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അല്ലെങ്കിൽ സിക്ക് അടുത്തെത്തുമ്പോൾ, വി സിക്ക് അടുത്ത് എത്തുമ്പോൾ ഈ വസ്തുവിൻ്റെ മാസ് ഇൻഫിനിറ്റിയിലേക്ക് കുതിക്കും, അതിലേക്ക് അടുത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ വേരിയേഷനാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാണിച്ചിരിക്കുന്നത്. എക്സാക്സിൽ നമുക്ക് വി കാണിക്കാം, അല്ലെങ്കിൽ വി ബൈ സി കാണിക്കാം. വി ബൈ സിയുടെ വെലോസിറ്റി വാല്യൂ ഞാൻ എഴുതിയിരിക്കുകയാണ്. 0.2, 0.4, 0.6, 0.8, 0.9 കാണിച്ചിരിക്കുകയാണ്. 1 ആയിട്ടില്ല. അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ വി എ സിയുടെ ടൈമിൽ പറയാവേ, 0.2c, 0.4c, 0.6c, 0.8c, 0.9c എന്നൊക്കെ പറയാം. ആ 0.8ഉം 0.9ഉം അടുപ്പിച്ചെഴുതിയിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സി എല്ലായിടത്തും ചേർക്കുന്നതിന് പകരമാണ് വി ബൈ സി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0.2 വി ബൈ സി, 0.4 വി ബൈ സി, 0.6 വി ബൈ സി, 0.8 വി ബൈ സി, 0.9 ബി ബൈ സി, 1 ബി ബൈ സി എന്ന് പറഞ്ഞാൽ ആ 0.9 കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? മാസിൻ്റെ ഇൻക്രീസ് ആണ്. നോക്കിയേ, ഇവിടെ സൈഡിൽ നോക്കി, എം ആണ് സൈഡിൽ. മാസ് ഇൻ മോഷൻ എം, സൈഡിൽ എം ആണ് കേട്ടോ. അത് ഇൻക്രീസ് ചെയ്യും, ഇൻഫിനിറ്റിലേക്ക് പോകും. മാസ് ഇൻഫിനിറ്റിലേക്ക് പോകും. എം ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ വെലോസിറ്റിയുടെ വാല്യൂ ഒരു 0.2c, 0.4c, 0.6c വരെ കാര്യമായിട്ട് പ്രകടമായിട്ട് ഇൻക്രീസ് ഇല്ല. പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നത് ആ ഒരു 0.9c എത്തിക്കഴിഞ്ഞാലാണ്. വസ്തുവിൻ്റെ വെലോസിറ്റി ഒരു 0.9c കഴിഞ്ഞാൽ റാപ്പിഡ് ഇൻക്രീസാണ്. ഈ വി എന്നുള്ള സി ആയിട്ട് മാറിയാൽ, അല്ലെങ്കിൽ ബി ബൈ സി 1 ആയിട്ട് മാറിയാൽ മാസ് ഓഫ് ദി ബോഡി ഇസ് ഇൻഫിനിറ്റി. അതാണ് റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും, ഈ വസ്തുവിനൊക്കെ മാസിന് ഇൻഫിനിറ്റി ആകാവുന്നുണ്ട്. ആകാം. എപ്പോഴാണ്? വെലോസിറ്റി ഇൻഫിനിറ്റി ആകുകയാണെങ്കിൽ, ആ വെലോസിറ്റി സി ആകുകയാണെങ്കിൽ. വെലോസിറ്റി സി ആകുകയാണെങ്കിൽ മാസ് ഇൻഫിനിറ്റി ആകാം. പക്ഷേ ഇൻഫിനിറ്റി ആകുന്നത് നമ്മൾ സങ്കല്പത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം ഒരു വസ്തുവിന് വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റൈൻ ചെയ്യാൻ പ്രയാസമാണ്. ഇപ്പോൾ ന്യൂക്ലിയർ പാർട്ടികളൊക്കെ അറ്റൈൻ ചെയ്യാറുണ്ട് അതിനടുത്ത്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ സ്പീഡ് നമ്മൾ 10⁻⁷ ഒക്കെ എഴുതും. അപ്പോൾ അത്രയും സ്പീഡ് വന്നു കഴിഞ്ഞാൽ അന്നേരം ഇതിന് റിലേറ്റിവിസ്റ്റിക് ഇൻക്രീസ് ഓഫ് മാസ് ഉണ്ടാകും. ന്യൂട്രോണിൻ്റെ മാസം കൊണ്ട് കൂടും. വെലോസിറ്റി ഒരു 0.7c ഒക്കെ അടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ചില പരീക്ഷണത്തിൽ തെളിയിച്ചിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സൈക്ലോട്രോൺ പോലെ, അല്ലെങ്കിൽ സിംഗ്രോ സൈക്ലോട്രോൺ പോലുള്ള അപ്പാരറ്റസിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്.
ഈ അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് വളരെ കൂടിയാൽ അവയുടെ മാസ് വളരെയധികം വർദ്ധിക്കും എന്നുള്ളത് ചില അപ്പാരറ്റസ് സൈക്ലോട്രോൺ അല്ലെങ്കിൽ സിങ്ക്രോട്രോൺ പോലെയുള്ള എക്സ്പെരിമെൻറ്റിലൂടെ അപ്പാരറ്റസിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക ഇങ്ങനെയാണ്: derive the relativistic expression for variation of mass with velocity, graphically represent the variation, or derive the relation m is gamma m0. അതായത് ആറല്ലേ ഗാമയാണ് ഉദ്ദേശിക്കുന്നത്, ഗാമയായിട്ട് തിരുത്തണം. ഗാമ m0, ഗാമ എന്ന് പറഞ്ഞാൽ അറിയോ, 1/√1 - v²/c² ആണ്. ഗാമ ഈസ് 1/√1 - v²/c² ആണ്. അപ്പോൾ എം ഈസ് ഗാമ m0 എന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് എം ഈസ് m0/√1 - v²/c² ആണ്. എങ്ങനെയാണ്? എം ഈസ് m0/√1 - v²/c² എന്നുള്ള ഫോമാണ് എം ഈസ് ഗാമ m0 എന്ന് പറഞ്ഞാൽ. ഗാമയുടെ വാല്യൂ 1/√1 - v²/c² എന്നാണ്. അവിടെ ആറല്ല ഗാമ ആയിട്ട് തിരുത്തുക. അപ്പോൾ ഒരു ഷോർട്ട് ഫോം ക്വസ്റ്റ്യൻ ആണത്. ഡിറൈവ് ദ റിലേഷൻ എം ഈസ് ഗാമ m0 ഓർ എം ഈസ് m0/√1 - v²/c². അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ആ മുകളിൽ കാണുന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. And that is all with your 55th lecture. We continue the next class. Thank you.